ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഗ്രാസിയ വണ്ടി VS6 നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഇത് ബാക്കിലെ ബ്രേക്സ് നമുക്കൊരു മാറ്റാനായിട്ട് അത്യാവശ്യം മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലെ ബ്രേക്സും മാറ്റണം. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ബെൽറ്റാണ്. ഈ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ കൊണ്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബെൽറ്റ് മാറ്റണം. മറ്റ് സർവീസ് വരെ ഓടാൻ ചാൻസ് കുറവാണ്. ഈ സമയത്ത് നമുക്കത് വഴിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ബെൽറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബെൽറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. മറ്റ് സർവീസ് വരെ ഓടാൻ ചാൻസ് കുറവാണ്. അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഫുള്ളായിട്ടൊന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. റേഡിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ആയാലും അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിടാം. അതുപോലെ പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗും ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഇത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ബാറ്ററി ഇരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് കൂടി ചെക്ക് ചെയ്ത് പോകുന്നു. എൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.6 മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയാനുണ്ട്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്പ്ലേ പാഡായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. പാഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. നേരെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഇത്തവണ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട. അതിൻ്റെ പ്ലേ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ആക്സിലേറ്റർ കേബിൾ മാറ്റേണ്ടി വരില്ല. അപ്പോൾ അടുത്ത തവണ എന്തെങ്കിലും കൂടുതൽ ടൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. മാറ്റുകയാണെങ്കിൽ 2 കേബിളാണ് വരിക. ഒരു കേബിൾ B കേബിൾ അങ്ങനെ 2 കേബിളാണ് വരിക. മാറ്റുമ്പോൾ 2 കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. ഇപ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. ഇത് വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല. പിന്നെ നമുക്ക് മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലെ ബ്രേക്സും ബെൽറ്റും പിന്നെ എഞ്ചിൻ ഓയിൽ ഇതൊക്കെയാണ് നമുക്ക് മാറ്റുക. അത് മാറ്റി വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് കൂടി ഞാൻ പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.